ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 950 വേക്കൻസിയാണ് ഉള്ളത്. ഡിഗ്രി മാത്രം മതി ക്വാളിഫിക്കേഷൻ ആയിട്ട്, എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ട. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 950 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ന് മുതലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ 17/2/2022 മുതൽ മാർച്ച് മാസം 8-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പ്രിലിമിനറി ടെസ്റ്റിന്റെ ഡേറ്റ് 2022 മാർച്ച് 26-27 തീയതികളിലായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ പ്രിലിമിനറി ടെസ്റ്റ് മാർച്ച് 26-27 തീയതികളിലായിട്ടായിരിക്കും. മെയിൻ ടെസ്റ്റ് മെയ് മാസമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഏത് സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. www.rbi.org.in എന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉള്ളി. അപ്പൊ വേക്കൻസീസ് ഓരോ സംസ്ഥാനങ്ങളിലെയും ഓരോ സ്ഥലങ്ങളിലെയും വേക്കൻസി, സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഓരോ സ്ഥലങ്ങളിലെയും വേക്കൻസീസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തില് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് വേക്കൻസീസ് ഉള്ളത്. സ്പെഷ്യലായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം? 20 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വയസ്സ്, അതായത് 33 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. OBC ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, അതായത് 31 വയസ്സ് വരെയാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക്, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ അവർ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 10 വർഷവും, OBC ആണെങ്കിൽ 13 വർഷവും, SC/ST ആണെങ്കിൽ 15 വർഷവും റിലാക്സേഷൻ കിട്ടുന്നതാണ്. എക്സ് സർവീസ്മെൻ ആണെങ്കിൽ മാക്സിമം 50 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഹു ആർ നോട്ട് റീമാരീഡ് 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയില് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാക്സിമം 3 ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷനും കിട്ടുന്നതായിരിക്കും. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാളെ വരെയുള്ള ഒരു കിഡിലൻ ഓഫർ ഉണ്ട്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. KS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് February 28 ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു അടിപൊളി കോൺടെസ്റ്റ് വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ലക്കി വിന്നേഴ്സിന് ഒരുപാട് സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ ഈ ഒരു ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് കോഴ്സസ് ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട്, അതുപോലെ SCRT ഫോക്കസ് ചെയ്തിട്ടുള്ള, SCRT മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സസ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. KS എക്സാമിന് പ്രിലിംസും മെയിൻസും കൂടെ ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ എക്സാം, അതുപോലെ ബെവ്കോ LD എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20% ഡിസ്കൗണ്ട്, കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ്സും കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 29% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ നാളെ വരെയുള്ള പ്രൈസസ് വളരെ കുറവാണ്. സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കാം. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അറ്റ്ലീസ്റ്റ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏത് ഡിഗ്രിയോ ആവട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം ഓഫ് 50% മാർക്സും ഉണ്ടായിരിക്കണം. അതുപോലെ എക്സ് സർവീസ്മെന്റെ കേസിലാണെങ്കിൽ എ കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു എക്സ് സർവീസ്മെൻ കാറ്റഗറി ഷുഡ് ഐദർ ബി എ ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഷുഡ് ഹാവ് പാസ്ഡ് ദ മെട്രിക്കുലേഷൻ ഓർ ഇറ്റ്സ് ഇക്വലന്റ് എക്സാമിനേഷൻ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ആൻഡ് റെൻഡേർഡ് അറ്റ്ലീസ്റ്റ് 15 ഇയേഴ്സ് ഓഫ് ഡിഫൻസ് സർവീസ്. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തെ ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല, മലയാളം അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഇനി പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 100 മാർക്കിന്റെ പരീക്ഷയാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി. ഓക്കെ, അപ്പോൾ 60 മിനിറ്റ്സിന്റെ ടെസ്റ്റ് ആയിരിക്കും.
ഇനി മെയിൻ എക്സാം ആവുമ്പോഴത്തേക്കും റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്, 135 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലെയും ഒഫീഷ്യൽ ലാംഗ്വേജ് വരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി പേ സ്കെയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ അസിസ്റ്റൻസ് വിൽ ഡ്രോ എ സ്റ്റാർട്ടിംഗ് പേ ഓഫ് 20,700 പെർ മന്ത് ഇൻ ദ സ്കെയില് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് പ്രസന്റ് ഇനിഷ്യലി മന്ത്ലി ഗ്രോസ് എമൽമെന്റ്സ് ഫോർ അസിസ്റ്റൻസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി, ഇതെന്ന് പറയുന്നത് ബേസിക് പേ ആണ് 20,700, കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും 40,050 രൂപയായിരിക്കും കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, DNS അലവൻസ് ഉണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. കേരളത്തില് എക്സാം സെന്റേഴ്സ് കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഈ ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. പ്രിലിമിനറി എക്സാം സെന്റർ, മെയിൻ എക്സാം സെന്റർ വന്നിട്ട് കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ ഭാഗത്തായിരിക്കും മെയിൻ എക്സാം സെന്ററും കിട്ടുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ www.rbi.org.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അതിൽ റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ 450 രൂപയാണ് OBC, ജനറൽ, അതുപോലെ EWS കാൻഡിഡേറ്റ്സിന്. SC, ST, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അതുപോലെ എക്സ് സർവീസ് മെനിനൊക്കെ 50 രൂപയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് ആയിരിക്കും. ബാങ്ക് ട്രാൻസാക്ഷൻ ചാർജസ് ഫോർ ഓൺലൈൻ പേയ്മെന്റ് ഓഫ് എക്സാമിനേഷൻ ഫീ ഓർ ഇന്റിമേഷൻ ചാർജ് വിൽ ഹാവ് ടു ബി ബോൺ ബൈ ദ കാൻഡിഡേറ്റ്. ഇനി എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അവർക്ക് ഒരു ഫോം അപ്ലോഡ് ചെയ്യാനുണ്ട്. ആ ഫോം ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്കണോമിക്കലി വീക്കർ സെഷൻ EWS ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സ്ക്രൈബ്, ഇപ്പം ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് സ്ക്രൈബിന് വേണമെങ്കിൽ സ്ക്രൈബ് ഡിക്ലറേഷൻ ഫോമും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഡിഗ്രി ഉള്ളവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും മാത്രമേ ഉള്ളൂ. നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണുള്ളത്. അപ്പോൾ ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്